അമ്മ നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? അമ്മ വീട്ടിലേക്കും നമുക്ക് ചോറ്റിനും കൂടിയുള്ള ഒരു മട്ടൻ കറിയാണ് വെക്കാൻ പോകുന്നത്. ഇത്തിരി ലൂസായിട്ട് മട്ടൻ കറി. മട്ടൻ കറി ഇത്തിരി നല്ലപോലെ വീട്ടിലേക്ക് കൊടുക്കാം, ചോറ്റിന് കൊടുക്കാം. ഇത്തിരി ഗ്രേവിയൊക്കെ ഉള്ള മട്ടൻ കറി അല്ലേ? ഇതാ മട്ടനൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ അതാ മല്ലി, മുളക്, പട്ട, ഗ്രാമ്പു, ജീരകം, പെരുംജീരകം, കുരുമുളക് ഇതെല്ലാം കൂടി നമുക്ക് എണ്ണയിലൊന്ന് വതക്കിയെടുക്കണം. അപ്പൊ അതാ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എല്ലാ മസാല ഇട്ട് കൊടുത്തു അല്ലേ മാ? നമ്മൾ ഇട്ടിന്റെ കൂടി കഴിക്കുമ്പോ ഇത്തിരി നല്ലപോലെ ചാറ് വേണല്ലോ അല്ലേ? അപ്പൊ ഇത്തിരി നമുക്ക് ലൂസാക്കി വെച്ച വീട്ടിലേക്ക് ചാറുമായി ചോറിടുമ്പോ അതും കഴിക്കാം. അപ്പൊ അതാ മല്ലിയും മുളകും ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒരുവിധം ആവുന്നു. അപ്പൊ അമ്മ ഒഴിച്ച് കുറച്ച് തേങ്ങ ഇട്ടു. തേങ്ങ അല്ലേ? അമ്മ നമുക്കിനി വേറെ എന്തൊക്കെയാ വേണ്ടത്? വേറെ ഇതാ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറുവേപ്പില, തക്കാളി. പിന്നെ ഇതൊക്കെ ഒന്ന് എണ്ണയിൽ വതക്കണം അല്ലേ? പിന്നെ ഇതാ കശകശ കുറച്ച്, പിന്നെന്താ കുറച്ച് കശകശ മട്ടൻ മസാല അല്ലേ? വെള്ള കസകസിയാണ്, വേറൊന്നുമല്ല. അതിട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല കട്ടിയും കിട്ടും, ടേസ്റ്റും ഉണ്ടാവും. ഇതമ്മ ചെറിയുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വണക്കിയിട്ട് അരയ്ക്കുവോ? ഇതൊക്കെ ഒന്ന് വതക്കി അരയ്ക്കണം അല്ലേ? ഇത് നല്ല ചോക്കനാവണം അല്ലേ? ഇതൊക്കെ വതക്കി ആവുമ്പോഴേക്കും അമ്മ ഈ മട്ടനെ ഒന്ന് വേകാൻ വെക്കും, കുക്കറിലൊന്ന് വേകാൻ വെക്കാം അല്ലേ? അപ്പൊ അതാ കുക്കറിലേക്ക് കൊട്ടണു. അപ്പോൾ മട്ടൻ മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പല്ലേ? ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് 4 വിസിൽ വന്ന് ഓഫാക്കാം. 4 വിസിൽ അല്ലേ? അപ്പോൾ ഇതാവുമ്പോഴേക്കും അമ്മ അത് വേകാൻ വെക്കണം അല്ലേ? മസാലയൊക്കെ ചോക്കനായമ്മ? അമ്മ അത് എടുക്കാൻ പോകുന്നല്ലേ? ഇതാണ് ഇതിന്റെ പാകം അല്ലേ? അങ്ങനെ ആകണം, ചോക്കനെ ആകണം. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ അമ്മ? ഇതൊക്കെ ഒന്ന് വതക്കിയെടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ വറക്കാം അല്ലേ? ഉരുളി തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. അതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ചെറിയുള്ളി മുറിക്കേണ്ട ആവശ്യമില്ല അല്ലേ അമ്മ? അരക്കല്ലേ അല്ലേ? തക്കാളിയും ചെറിയുള്ളി എല്ലാം ഒന്നിച്ചിട്ട് തന്നെ വാട്ടുന്നല്ലേ അമ്മ? തക്കാളി
വെളുത്തുള്ളി ഇഞ്ചി എല്ലാ സാധനങ്ങളും നമ്മൾ എണ്ണയിൽ നന്നായി ഒന്ന് വതക്കി അരച്ചാലാണ് കൂട്ടാൻ നല്ല ഒരു കൊഴുപ്പും കിട്ടും, നമുക്ക് നല്ല ടേസ്റ്റും കിട്ടില്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ഇത് വരക്കിയ ശേഷം നമുക്ക് എല്ലാം കൂടി കസകസിയൊക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് അരയ്ക്കാം മിക്സിയിലിട്ട്. ഈ കസകസ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടി ഇട്ട് അരയ്ക്കാനല്ലേ മാ? ആകട്ടെ, ഇത് കുറച്ച് ഒന്നുകൂടി വാർത്ത അല്ലേ? ഇതൊക്കെ വാടിയത് മതിയമ്മ? വായിരുന്നു അല്ലേ? ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് അരയ്ക്കാം. നാർത്തല്ലേ? ഇതാ തേങ്ങയൊക്കെ വറക്കിയത് അമ്മ അരയ്ക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ കൂടെ ഈ കസകസ ഇടുന്നുണ്ട്. കസകസ അല്ലേ? നമ്മൾ മണക്കി വെച്ച തേങ്ങയും മസാലകളും അതിൻ്റെ കൂടെ കസകസ ഇട്ട് വേണം അരയ്ക്കാൻ. കസകസ ഉള്ളവർ ഇടുക, ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇട്ട കറിക്കൊന്നുകൂടി നല്ല ടേസ്റ്റും നല്ല കൊഴുപ്പൊക്കെ കൂടി കിട്ടില്ല അമ്മ. എന്താണപ്പോ എല്ലാം അരച്ചെടുത്താ? എല്ലാം അരച്ചെടുത്തു. മട്ടനൊക്കെ വേവിച്ചതാ കുക്കറിലെല്ലാം റെഡി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി അമ്മ അതൊന്ന് താളിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് കൊട്ടി സെറ്റാക്കുന്നുണ്ട്. തേങ്ങയും ചെറിയുള്ളിയൊക്കെ അരച്ചെടുത്തു. ആ ഉരുളി തന്നെയാണ് ചെയ്യാൻ പോണേ. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു അല്ലേ അമ്മ? രണ്ട് പെരിഞ്ചീരകം കൂടുന്നുണ്ട്. വറമുളകും 2 കറുവപ്പലി അല്ലേ? അപ്പം നമ്മൾ അരച്ച് വെച്ചത് ഇതാ ഒഴിക്കണം. ചെറിയുള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെ കൂടി വതക്കി അരച്ച ഗ്രേവി അതിട്ട് കൊടുത്തു. ഈ അരച്ച് വെച്ച ഗ്രേവിയിൽ മട്ടൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടില്ല, മിസ്സായിപ്പോയി. അപ്പോൾ മട്ടൻ ഇടുന്നത് വീഡിയോയിൽ മിസ്സായിപ്പോയി. അപ്പോൾ വേറെ ഒന്നുമല്ല, മട്ടൻ വേവിച്ച് വെച്ച മട്ടൻ, കുക്കറിലെ മട്ടൻ ഇതിൽ കൊട്ടി കൊടുത്തു. ഇനി എന്താ ഇടാൻ പോണേ? ഇപ്പോൾ അമ്മ അരച്ച് വെച്ച മല്ലി മുളക് തേങ്ങ എല്ലാം കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കണം അല്ലേ? ആ ഒഴിച്ചോളി അമ്മ. ഒന്ന് തിളച്ച് സെറ്റായി വരട്ടല്ലേ അമ്മ? കുറച്ചും കൂടി വെള്ളം ഒഴിക്കണ്ടമ്മ? കുറച്ചും കൂടി ഒഴിക്കാം നമുക്ക്. പറഞ്ഞാൽ ഒത്തിരി ഇതിപ്പോൾ കുഴമ്പൻ കറി പോലെ ആവില്ല. കുറച്ച് വെള്ളം പോലെയാണ് വേണ്ടത്. അമ്മ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലേ അമ്മ? വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഇത്തിരി ലൂസിലിരിക്കണം ഈ കറി. ലൂസിലല്ലേ? ഒരുപാട് കട്ടയാക്കാൻ പറ്റില്ല. ലൂസാണ്. ഒന്ന് തിളയ്ക്കുമ്പോൾ ഒന്നും കൂടി കുറുക്കും. കറിയൊക്കെ തിളച്ച് സെറ്റ് ആവണില്ലമ്മ? കറി എല്ലാം ആയി റെഡിയായി. അമ്മ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയിലേക്ക് ഇട്ട് സെറ്റായി തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് അല്ലമ്മ? ഇനി ഇതാ അമ്മ ഇറക്കാൻ പോവാണ്. അപ്പൊ അമ്മ വെച്ച പോലെ എല്ലാവരും മട്ടൻ കറി വെച്ച് നോക്കുക. എന്നിട്ട് എന്താ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അമ്മനെ അറിയിക്കുക. ചോറിൻ്റെ കൂടെ ഇഡ്ഡലിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ അമ്മനെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ.